നല്ല ഫ്രഷ് അയിലയാണ്. യൂട്യൂബിലെല്ലാം അടിച്ചിട്ട് ഞങ്ങൾ മൊത്തം ബ്ലോക്കായി ഒരു ദിവസം പോലീസുകാർ വന്നിട്ട് ബ്ലോക്കിൽ നിൽക്കും. ഇവിടെ യൂട്യൂബേഴ്സിനെ കൊണ്ടൊക്കെ കളിയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പിട്ട് ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പോലീസൊക്കെ ഇടപെടലുണ്ടായെന്നാണ് ഇവർ പറയുന്നത്. നമസ്കാരം. എൻ്റെ യാത്രകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വടകര ചോമ്പാൽ ഹാർബറിലേക്കാണ്. ചെമ്മീൻ ചാകര വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കിന്നൊന്ന് നേരിട്ട് കാണാം. ഓക്കെ. ഇന്ന് നമുക്കൊരു അതിഥി കൂടെ ഉണ്ട്. വൈഫ് നിഖിലയാണ്. ഒരു ഹായ് പറഞ്ഞ. നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ചോമ്പാൽ ഹാർബറിലേക്കുള്ള റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. വടകരയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ദൂരമാണ് ചോമ്പാൽ ഹാർബറിലേക്ക് മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയൊക്കെ തിരിച്ചു വരുന്ന സമയമാണ്. കാണാൻ ഇവിടുന്ന് വണ്ടികളിലൊക്കെ നിറയെ ആൾക്കാർ പോകുന്നത്. എന്താ ചെറിയ മിനി വണ്ടിയിലൊക്കെ തൊഴിലാളികൾ തിരിച്ചു പോവുകയാണ്. പുലിമൂട്ടിലൂടെ നമ്മളിവിടെ കുറച്ച് പേര് ചൂണ്ട ഇടുന്നുണ്ട്. നമുക്കവിടെ മത്സ്യങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ വടകര ചോമ്പാൽ ഹാർബറിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോമ്പാൽ ഹാർബറിലാണുള്ളത്. ഇവിടെ ചെമ്മീൻ ചാകരയുടെ ഭാഗമായിട്ട് ചെമ്മീനും പിന്നെ മറ്റുള്ള മത്സ്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. കൂടെ വൈഫുണ്ട്, സിസ്റ്റർ മോനാണ്. ഹലോ. ചോമ്പാൽ ഹാർബറിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം നമുക്ക്. ചെമ്മീൻ നല്ലോണം കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. വലിയ സൈസ് ചെമ്മീനൊക്കെ ഉണ്ട്. 100 കണക്കിന് ബോട്ടുകൾ ഇവിടെ നങ്കൂരം വിട്ട് കിടക്കുന്നത് കാണാം. പരുന്തുകൾ ഇടയ്ക്കിടയ്ക്ക് മീനുകൾ റാഞ്ചാൻ വേണ്ടി താണ് പറക്കുന്നുണ്ട്. ഒരു ഓടത്തിൽ അയിലയാണ്. അയില ബോക്സിലായി ചുമന്ന് കൊണ്ടുവരുന്നതാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. പുലിമൂട്ടുള്ളതിനാൽ വലിയ തിരയൊന്നുമില്ല. ചെറുതായിട്ട് ഒരോളം മാത്രമേ ഉള്ളൂ. ഇത് കടലാണ്. ഇത് നമ്മുടെ മുന്നിലുള്ളത് ഹാർബറിൻ്റെ തീരമാണ്. അവിടെ അയില നിറക്കുന്നത് കാണാം ബോക്സുകളിലേക്ക്. അയില ഒരു ഇതിപ്പോൾ വന്ന ഒരു ബോട്ടാണ്. അതിൽ നിറയെ ചെമ്മീൻ കാണാം. നമുക്ക് കണ്ടില്ലേ? ചാകരയുടെ ഭാഗമായിട്ട് നിറയെ ചെമ്മീൻ. ഇനിയിപ്പോൾ ആ ചെമ്മീനൊക്കെ ഇതാ ഈ ബോക്സുകളിലേക്ക് നിറച്ച് ഹാർബറിലേക്ക് കൊണ്ടുപോകും. കണ്ടോ? നിറയെ ചെമ്മീനാണ്. ഇവിടെ ഫ്രഷ് അയിലയുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അയില.
ഹായ് നമസ്കാരം. ചോമ്പാൽ ഹാർബറിൽ നിന്നാണ്. നമ്മുടെ ഫ്രണ്ട് സിറാജിക്ക ഇപ്പോൾ കൂടെ ഉണ്ട്. ഇന്ന് നിറയെ ചെമ്മീനായിരുന്നു, പിന്നെ കുറച്ച് അയിലയും കൂടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ 2 ദിവസത്തേയുള്ള? 2 ദിവസത്തിൽ കുഴപ്പമില്ല, ചെമ്മീൻ വന്നില്ല. ചെമ്മീൻ നല്ല രീതി ഉണ്ടായിരുന്നു അല്ലേ? ചെമ്മീൻ റേറ്റ് കുറഞ്ഞ അതോടുകൂടി. ഇപ്പോൾ എത്ര കിലോന് വരുന്നത്? 90 രൂപ വരുന്നത്. 90 രൂപ കിലോന് അല്ലേ? നല്ല വലിപ്പമുള്ള ചെമ്മീനാണല്ലേ? 150-200 കൗണ്ട് ഉണ്ടല്ലേ? 200 കൗണ്ട്. ഇപ്പോൾ ഈ അയിലേക്ക് എങ്ങോട്ടാണ് കയറ്റി പോകുന്നത്? അതിലിപ്പോൾ നമ്മൾ മീനില്ലാത്ത ഭാഗത്ത് കയറ്റി പോകും. ഇപ്പോൾ രാത്രിയായി തിരിയും. എവിടെയെല്ലാം മീനുണ്ട്? ഇപ്പോൾ ഇവിടുന്ന് മീൻ കയറ്റി പോകുന്നത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്കല്ല, എവിടെയാണോ മീൻ കുറയുന്ന സ്ഥലം അവിടത്തേക്കാണ് പോവാണത്. അങ്ങനെ രാത്രി നമ്മൾ റിപ്പോർട്ട് കിട്ടും ഏകദേശം ഏത് ഭാഗത്ത് മീൻ കുറവുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും വെള്ളങ്ങൾ പോകുന്നില്ല. ഓക്കെ, ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവർക്ക് അറിയാൻ പറ്റും എവിടെയാണ് മീൻ കുറവുള്ളതെന്ന്. ആ ഏരിയയിൽ നിന്ന് കോൾ വരില്ലേ? അപ്പോൾ ആ ഭാഗത്തേക്ക് ഫിഷ് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ശരിക്കുള്ള മാർക്കറ്റ് അതാണ്, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ വടകരയിൽ നിന്നാണ്, വടകര ചോമ്പാൽ കടപ്പുറത്ത് നിന്നാണ്. ഇന്നലെ 2-3 ദിവസമായിട്ട് ഇവിടെ ചെമ്മീൻ ചാകരയായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞില്ല, യൂട്യൂബിലെല്ലാം അടിച്ചിട്ട് ഞങ്ങൾ മൊത്തം ബ്ലോക്കായി. ഒരു ദിവസം പോലീസുകാർ വന്നിട്ട് ബ്ലോക്കിൽ നിൽക്കും. ഇവിടെ യൂട്യൂബേഴ്സിനെ കൊണ്ടൊക്കെ കളിയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പിട്ട് ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പോലീസൊക്കെ ഇടപെടലുണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അത്രത്തോളം ആൾക്കാർ ഇത് കാണാനും ഇത് വില കുറച്ച് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഫിഷ് ലോഡിംഗ് ആണ്. അയിലയാണിത്. ഐസൊക്കെ ഇട്ടിട്ട് കയറ്റി അയക്കുകയാണ്. നല്ല ഫ്രഷ് അയിലയാണ്. എല്ലാവരും ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ്. ഫ്രഷാണ്, ഇപ്പോൾ പിടിച്ചെടുത്താണ്. ഹായ്, ചോമ്പാൽ നമ്മുടെ സുഹൃത്ത് പ്രമോദേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ചാകരയെ പറ്റിയിട്ട് മൂപ്പര് പറഞ്ഞുതരും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇപ്രാവശ്യത്തെ ചാകര? കുറച്ച് ചാകര ഉണ്ടായിരുന്നു. കൂടുതൽ ചെമ്മീനുണ്ടായിരുന്നു. കൂടുതൽ ചെമ്മീനാണ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ സമയത്ത് കൂടുതൽ കിട്ടുന്ന മത്സ്യം എന്തായിരിക്കും? കൂടുതൽ കിട്ടുന്ന മത്സ്യം മത്തിയായില്ല. അപ്പോൾ ചെറിയ ബോട്ടിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. മറ്റേ ബോട്ടിന് പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം ഇനിയിപ്പം വരുന്ന ബോട്ടിൽ കുറച്ച് അയില കൂടെ കയറി വരുന്നല്ലേ? അയില വരുന്നല്ലേ? ഇപ്പം ചെമ്മീൻ കുറവാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.